പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ജനുവരി 31 വിശുദ്ധ ജോൺ ബോസ്കോയുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വിശുദ്ധനാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഒത്തിരി ഡോൺ ബോസ്കോ സ്ഥാപനങ്ങൾ ഉണ്ട്, ബോയ്സ് ഹോമും മറ്റുമൊക്കെ ആയിട്ട്. അതാണ് ഈ സമൂഹത്തിൻ്റെ പ്രത്യേകത. പെട്ടെന്ന് മറ്റു ഫ്രാൻസിസ്കൻ, അതുപോലെ അഗസ്റ്റീനിയൻ, ഇങ്ങനെയുള്ള സഭകളെപ്പോലെ നന്നായിട്ട് പെട്ടെന്ന് വളർന്ന് വ്യാപരിച്ച കത്തോലിക്ക സഭയിൽ വളരെയധികം ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു സന്യാസ സഭയാണ് സലേഷ്യൻ സഭ. അത് സ്ഥാപിച്ചത് വിശുദ്ധ ജോൺ ബോസ്കോയാണ്. ഈ ജോൺ ബോസ്കോയായിട്ട് ബന്ധപ്പെട്ട ഒരു മരിയഭക്തിയാണ് ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് മെയ് 24 ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെ തിരുനാൾ. നമുക്ക് ഇന്ന് ഈ ശനിയാഴ്ച ദിവസം പരിശുദ്ധ മാതാവിൻ്റെ ഈ പ്രസിദ്ധമായ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ മരിയൻ അഭിഷേകത്തോട് ചേർന്ന് നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ നമുക്കും സഹായകമായി മാറട്ടെ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം, അതുപോലെ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ മാധ്യസ്ഥ്യം നമുക്ക് അനുഗ്രഹമാകട്ടെ. നമ്മുടെ ഈ ബലിയർപ്പണം അതിന് നമ്മളെ തടസ്സപ്പെടുത്തുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ, പാപങ്ങൾ അതെല്ലാം മനസ്തപിച്ച് നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Peace.
ഞങ്ങളുടെ പിതാവും ഗുരുനാഥനുമായി വൈദികനായ വിശുദ്ധ ജോൺ ബോസ്കോയെ അങ്ങ് നിയോഗിച്ചുവല്ലോ. ഈ വിശുദ്ധന്റെ സ്നേഹാഗ്നിയാൽ ഉജ്ജ്വലിച്ച് ആത്മാക്കളെ തേടാനും അങ്ങേ മാത്രം ശുശ്രൂഷിക്കുവാനും ഞങ്ങൾ പ്രാപ്തരാകുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന സമൂവേലിൻ്റെ 2-ാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവ് നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുക്കലേക്ക് അയച്ചു. അവൻ രാജാവിനോട് പറഞ്ഞു, ഒരു നഗരത്തിൽ 2 ആളുകളുണ്ടായിരുന്നു. ഒരുവൻ ധനവാനും അപരൻ ദരിദ്രനും. ധനവാന് വളരെയധികം ആടുമാടുകളുണ്ടായിരുന്നു. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങിയ ഒരു പെണ്ണാട്ടിൻ കുട്ടിയല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. അവൻ അതിനെ വളർത്തി. അത് അവൻ്റെ കുട്ടികളോടൊപ്പം വളർന്നു. അവൻ്റെ ഭക്ഷണത്തിൽ നിന്ന് അത് തിന്നു. അവൻ്റെ പാനീയത്തിൽ നിന്ന് അത് കുടിച്ചു. അത് അവൻ്റെ മടിയിൽ ഉറങ്ങി. അത് അവന് മകളെ പോലെയായിരുന്നു. അങ്ങനെ ഇരിക്കെ ധനവാന്റെ ഭവനത്തിൽ നിന്ന് ഒരു യാത്രക്കാരൻ വന്നു. അവനു വേണ്ടി സ്വന്തം ആടുകളിലൊന്നിനെ കൊന്ന് ഭക്ഷണമൊരുക്കാൻ ധനവാന് മനസ്സില്ലായിരുന്നു. അവൻ ദരിദ്രൻ്റെ ആട്ടിൻകുട്ടിയെ പിടിച്ച് അത് അതിഥികൾക്ക് ഭക്ഷണമൊരുക്കി. ഇത് കേട്ടപ്പോൾ ക്രുദ്ധനായി ദാവീദ് പറഞ്ഞു, കർത്താവാണെ ഇത് ചെയ്തവൻ മരിക്കണം. അവൻ നിർദ്ദയം ഇത് ചെയ്തതുകൊണ്ട് 4 മടങ്ങ് മടങ്ങിക്കൊടുക്കണം. നാഥാൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, നിന്നെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. സാവൂളിൽ നിന്ന് നിന്നെ രക്ഷിച്ചു. എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയയുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയതുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. കർത്താവ് അരുൾ ചെയ്യുന്നു, നിന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ നിനക്ക് ഞാൻ ഉപദ്രവം ഉണ്ടാക്കും. നിന്റെ കൺമുമ്പിൽ വെച്ച് ഞാൻ നിന്റെ ഭാര്യമാരെ അന്യന് കൊടുക്കും. പട്ടാപ്പകൽ അവൻ അവരോടൊത്ത് ശയിക്കും. നീ ഇത് രഹസ്യമായി ചെയ്തു. ഞാനിത് ഇസ്രായേലിൻ്റെ മുൻപിൽ മുഴുവൻ വെച്ച് പട്ടാപ്പകൽ ചെയ്യിക്കും. കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. ദാവീദ് പറഞ്ഞു, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. നീ മരിക്കുകയില്ല. എങ്കിലും ഈ പ്രവൃത്തി ചെയ്തതുകൊണ്ട് നീ കർത്താവിനെ അവഹേളിച്ചതിനാൽ നിന്റെ കുഞ്ഞ് മരിച്ചു പോകും. നാഥാൻ വീട്ടിലേക്ക് മടങ്ങി. ഊറിയയുടെ ഭാര്യ പ്രസവിച്ച ദാവീദിന്റെ കുഞ്ഞിന് കർത്താവിൻ്റെ പ്രഹരമേറ്റു. അതിന് രോഗം പിടിപെട്ടു. കുഞ്ഞിനു വേണ്ടി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ ഉപവസിച്ചു. രാത്രി മുഴുവൻ മുറിയിൽ നിലത്ത് കിടന്നു. കൊട്ടാരത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ നിലത്തുനിന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അവനത് കൂട്ടാക്കിയില്ല. അവരോടൊത്ത് ഭക്ഷണം കഴിച്ചുമില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ദൈവമേ, പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ദൈവമേ, ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. സൃഷ്ടിക്കണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും. പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ദൈവമേ, എൻ്റെ രക്ഷയുടെ ദൈവമേ,
രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവെ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ദൈവമേ, ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. എന്നിൽ സൃഷ്ടിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് അന്ന് സായാഹ്നമായപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. നീ ഇത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തമായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒന്നാം പ്രമാണം നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടായിരിക്കരുത്. അതാണ് ഒന്നാം പ്രമാണം, അല്ലേ? നമ്മൾ ദൈവം തന്നെ നമ്മളോട് അത് പറഞ്ഞിരിക്കുക. നമ്മൾ കൃത്യമായിട്ട് വളരെ പ്രകടമായിട്ട് തെറ്റ് സംഭവിക്കുന്ന മേഖലകൾ, ദുരാചാരങ്ങൾ, എന്തെങ്കിലും മറ്റു ദൈവസങ്കല്പങ്ങളുടെ പുറകെ പോവുക, അത് പ്രകടമായിട്ട് നമ്മളത് ലംഘിക്കുക. ഇപ്പം ഇവിടെ തന്നെ ദുരാചാരങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ ആളുകളുടെ വിചാരം അതിവിടുത്തെ ചില സംവിധാനങ്ങളാണെന്ന്. അങ്ങനെയല്ല. ഇപ്പോൾ ചരട്, തൂവാല, താഴ്, താക്കോല്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഈ പള്ളി അനുവദിച്ചിട്ട് ചെയ്യുന്നതല്ല, അവരനുവാദമില്ലാതെ ചെയ്യുന്ന അനധികൃത കച്ചവടങ്ങൾ ഇവിടെ പാടില്ല എന്ന് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്, അവരോട് പറഞ്ഞിട്ടുള്ള. പക്ഷേ അവർക്കത് വരുമാന മാർഗമായതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇതിവിടുത്തെ സമ്പ്രദായമാണെന്ന്. അപ്പോൾ അത് ചിലപ്പോൾ അറിവോടുകൂടി തെറ്റ് ചെയ്യുന്നവരുണ്ട്, അറിയാതെയും തെറ്റ് ചെയ്യുന്നവരുണ്ട്. നാട്ടിൽ നല്ല കത്തോലിക്ക വിശ്വാസം ജീവിക്കുന്ന, പള്ളിയിലൊക്കെ പോകുന്ന, കൂടെ കുമ്പസാരിക്കുന്ന, കുടുംബപ്രാർത്ഥന ചൊല്ലുന്ന ആളുകൾ, അവർ പ്രത്യേകിച്ച് സ്ത്രീകളാണ്, അവർ മക്കളോടൊക്കെ ഇവിടെ വന്നിട്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞു വിടും. മക്കൾ ഡിഫെൻഡ് ചെയ്യാറുണ്ട് പലപ്പോഴും, ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ, അതൊന്നും ലോജിക്കില്ലാത്ത കാര്യമാണ്, അത് ചെയ്താൽ എങ്ങനെയാണ് കുട്ടി ഉണ്ടാകുന്നത്, അത് ചെയ്തെങ്ങനെ വീട് പണിയാൻ പറ്റുന്നത്, അതാണോ നമുക്ക് വീട് തരുന്നത്, കുഞ്ഞിനെ തരുന്നത് തൂവാലയാണോ എന്നൊക്കെ അവർ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന മക്കൾ ചോദിക്കും. പക്ഷേ അവർ ഓവർടേക്ക് ചെയ്ത് അവരുടെ മേൽ ഇത് ആരോപിക്കും, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതറിവില്ലായ്മയാണ്. കൃത്യമായിട്ടും ഒന്നാം പ്രമാണത്തെക്കുറിച്ചും
കത്തോലിക്ക വിശ്വാസത്തിലെ ദൈവസങ്കല്പത്തെക്കുറിച്ചും ആ ദൈവശാസ്ത്രത്തെക്കുറിച്ചൊക്കെ അറിവില്ലാത്തത് കൊണ്ടാണ്. നവംബർ 4-ാം തീയതി നമ്മുടെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ മാതർ പോപ്പുലി ഫിദേലീസ് എന്ന ഡോക്യുമെൻ്ററി, അത് ഡോക്യുമെൻ്റ് അത് ഡിക്കാസ്ട്രി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ദ ഫെയ്ത്ത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കീഴിൽ അത് പുറപ്പെടുവിച്ചു. മാതാവിനെ സഹരക്ഷക എന്ന് പറയരുത്, എന്ന് വിളിക്കരുത്. അപ്പോൾ തിയോളജി ഒന്നും അറിയാത്ത, മരിയോളജി പഠിക്കാത്ത ആളുകൾ അവർക്ക് അസ്വസ്ഥതയുണ്ടായി. അച്ഛന്മാർക്ക് ആർക്കും അസ്വസ്ഥത ഉണ്ടായില്ല. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് വളരെ വ്യക്തമായിട്ട് ഫ്രാൻസിസ് പാപ്പ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾക്ക് തെറ്റുപറ്റുന്നതും ഈ ദൈവശാസ്ത്രം കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ ചിലപ്പോൾ കാറ്റഗിസ പഠനത്തിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടില്ല. ഇനി ഇത് ഒരു 5 മിനിറ്റ് ഇരുന്ന് എല്ലാ ദിവസവും ഒന്ന് ഏക ദൈവമായ കർത്താവിനെ ഒന്ന് ധ്യാനിച്ച കിട്ടാവുന്ന കാര്യമുള്ളൂ. ഇന്നത്തെ സുവിശേഷത്തിലും അവർക്ക് പ്രതികൂലമായ ഒരു സാഹചര്യമുണ്ടായി. നമ്മൾ ചിലപ്പോൾ പ്രതികൂലമായ സാഹചര്യങ്ങളിലാണ് നമ്മുടെ വിശ്വാസം ഉപേക്ഷിക്കുന്നത്. പ്രതികൂല സാഹചര്യം, പ്രാർത്ഥിച്ചത് കിട്ടുന്നില്ല, രോഗം മാറുന്നില്ല, കുഞ്ഞ് ജനിക്കുന്നില്ല, കടബാധ്യത മാറുന്നില്ല, കല്യാണം നടക്കുന്നില്ല, ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കാത്തത് കൊണ്ട് പല കാര്യങ്ങൾക്കും, വിവാഹ തടസ്സങ്ങൾക്കൊക്കെ കാരണം നമ്മൾ തന്നെയാണ്. ആയെന്ന കാലത്ത് നല്ല നല്ല ആലോചനകൾ വന്നിട്ട് നമ്മളത് തട്ടിമാറ്റി. ഇപ്പോൾ ട്രെൻഡ് മാറിപ്പോയി, നമ്മുടെ കുറ്റമല്ല. അപ്പം ഇപ്പം മാപ്പ് ചോദിക്കുക ദൈവത്തോട്, നല്ല കാര്യങ്ങൾ തട്ടിമാറ്റി, ദൈവമേ അതങ്ങ് ചെയ്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കും. അപ്പം അത് ദൈവം തരാത്തതല്ല, നമ്മൾ ബുദ്ധിപൂർവ്വം പെരുമാറാത്തത് കൊണ്ടാണ്. ഒരിക്കലും ഒരു കല്യാണത്തിൽ, നിങ്ങൾ നടത്തിയ കല്യാണങ്ങളിലൊക്കെ കുടുംബജീവൻ നയിക്കുന്നവരെ നിങ്ങളോട് ദൈവം പറഞ്ഞു ഇതാണ് നിൻ്റെ പെണ്ണ്, ഇതാണ് നിൻ്റെ ചെക്കൻ എന്ന് നിങ്ങളോട് ഒരു അശരീരി വല്ലതും ദൈവം വിട്ടോ? നിങ്ങൾ വീട്ടുകാരോട്ടൊക്കെ ആലോചിച്ച് അങ്ങനെ നടത്തിയതാണ്. അതങ്ങനെയാണ്. അത് നമ്മുടെ ബുദ്ധി നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കണം. അപ്പം നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് ട്രെൻഡ് മാറുന്നുണ്ട്. അപ്പം ഇത് ദൈവത്തെ പഴിചാരുന്ന പ്രതികൂല സാഹചര്യങ്ങൾ, അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പല പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. ഇപ്പം പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറയുന്ന ഒരു മകൻ 10,000 താഴെ ഉള്ളൂ. 20,000 താഴെ വന്നാൽ അത് ബ്ലീഡിങ് ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ്. അവൻ ചോദിക്കുന്ന ചോദ്യം, ഞാൻ എന്തെങ്കിലും തെറ്റിയത് കൊണ്ടാണോ, എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും തെറ്റിയത് കൊണ്ടാണോ എനിക്കിങ്ങനെ എന്തെന്നറിയാത്ത ഒരു രോഗം വന്നത്? ഡെങ്കിപ്പനി വന്നതിനെ തുടർന്ന് അതിൻ്റെ ആൻറ്റിബോഡികൾ കൗണ്ടറാക്ട് ചെയ്യുന്നതാണ്, പ്ലേറ്റ്ലെറ്റുകളെയൊക്കെ നശിപ്പിച്ച് കളയുന്നു. ITP എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയാണ്, വിരളമായിട്ട് വരുന്ന ഒരു രോഗമാണ്. അപ്പം ഇതിനിങ്ങനെ ചോദിക്കുകയാണ്. പിറവിക്കുരുടൻ എന്ന് പറയുന്ന, ഇതിലെ ജന്മന അന്ധനായിട്ട് ജനിച്ച യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അത് അവിടെ അയാൾ ചോദിക്കുന്നുണ്ട്, അവരുടെ ആളുകൾ ചോദിക്കുന്നു, ഇവൻ ഇങ്ങനെ ജനിച്ചത് ആരുടെയെങ്കിലും പാപനിമിത്തമാണ്? ആരുടെയും പാപനിമിത്തമൊന്നുമല്ല, അത് ദൈവമഹത്വത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവനിൽ പൂർണ്ണമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഈശോ പോലും പ്രാർത്ഥിച്ചത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങനെ ഇഷ്ടം നിറവേറട്ടെ. മറിയം പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കിന് നിറവേറട്ടെ എന്ന് പറഞ്ഞ് അവർ പ്രതികൂലമല്ലാത്ത, അല്ലെങ്കിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ, അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ പോലും അവരുടെ ദൈവാശ്രയം, പരിപൂർണ ദൈവാശ്രയം, അതാണ് നമ്മൾ ദൈവവിശ്വാസം എന്ന് പറയുന്നത്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അബ്രാത്തോട് മകനെ ബലി കർപ്പിക്കാൻ പറയുമ്പോഴും അബ്രാഹത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്: ലീപ്പ് ഇൻ ടു ദ ഡാർക്ക്നെസ്. എന്താണ് വരുന്നതെന്ന് അറിയാതിരിക്കുന്ന അവസ്ഥയിൽ പോലും ദൈവത്തിൽ ആശ്രയിക്കുക. ഇനി എന്താണ് വരാൻ പോകുന്നത് ഒരു പിടുത്തവും ഇല്ല, എന്നിട്ടും ദൈവത്തിൽ ആശ്രയിക്കുക. ചെങ്കടലിന് മുമ്പിലും ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോഴും, അത് പുറപ്പാട് 14:14 ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ജമീമ റോഡ്രിക്സ് അവർ വിജയം വരിച്ചില്ല, അവർ ശക്തിപ്പെടുത്തിയ വചനമാണ്. അത് കഴിയുമ്പോഴും ദൈവം മോശയോട് ചോദിക്കും, നീ എന്തിനാ കിടന്ന് കരയുന്നത്? നിന്റെ ദൈവം നിനക്ക് തന്നിട്ടില്ല, ഒരു വടി ഉയർത്തി കാണിക്കുക. അപ്പം ആ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പുറകിൽ ഫറവയുടെ സൈന്യം, ഇങ്ങനെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാത്ത ഒരു സമയത്ത് പോലും അങ്ങനെ ഇടപെടുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിലും നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവൻ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. ഇതൊരാശ്വാസമാണ്. നമ്മൾ ഒറ്റക്കല്ലല്ലോ, നടുക്കടലിലും നമ്മൾ കടലിലായിരിക്കുമ്പോൾ നമ്മൾ ഒറ്റക്കല്ല, നമ്മുടെ കൂടെ വള്ളങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, പല ആശ്രയങ്ങൾ.
നമ്മുടെ ആശ്രയം പല കാര്യങ്ങളിലാണ്. ഇപ്പം ഇവിടെ വരുമ്പോൾ ചിലർ വിചാരിക്കുന്നത് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ചരട് കെട്ടാം. ഇങ്ങനെ പല ആശ്രയങ്ങളാണ്. പല ആശ്രയങ്ങൾ അത് ദൈവ പ്രമാണത്തിന് ലംഘനമാണ്. ഒന്നാം പ്രമാണം പല ആശ്രയങ്ങൾ. അപ്പം അങ്ങനെ മറ്റു വള്ളങ്ങളും അവിടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടല്ലോ, മനുഷ്യരൊക്കെ ഉണ്ടല്ലോ. അപ്പം അവരൊന്നും രക്ഷിക്കാനില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. അതാണ് വലിയ കൊടുങ്കാറ്റുണ്ടായി, തിരമാലകൾ. അപ്പം പല ആശ്രയങ്ങൾ വരുന്നതാണ് ഒന്നാം പ്രമാണ ലംഘനം. അപ്പം അവരങ്ങനെ കൂടെ വള്ളങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഒരു പ്രതികൂലമായ കാര്യം അവിടെ സംഭവിച്ചു. കൊടുങ്കാറ്റടിച്ചപ്പോഴും അപ്പോൾ അവർ ഈശോ അമരത്ത് തലയണ വെച്ചുറങ്ങുക. അവരുടെ വർത്തമാനം, ഗുരോ ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? ഇതാണ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ നടന്നിട്ട് അവസാനം ദൈവത്തിന് കുറ്റം. പല ആശ്രയങ്ങൾ വെച്ചു, പിന്നെ അവസാനം ദൈവത്തിന് കുറ്റം. ഇത് മാതാവാകട്ടെ ഈശോയാകട്ടെ അവരുടെ ഒറ്റയ്ക്കായി പോയിട്ടുള്ള നിമിഷങ്ങളിലെല്ലാം ആ പരിപൂർണ ദൈവാശ്രയം വിട്ടിട്ടില്ല. അപ്പം ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാം പ്രമാണ ലംഘനം. എനിക്കൊരു ദൈവമുണ്ട്, ഉന്നതനായൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ടാണോ ഉപയോഗിക്കുന്നത്? നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ദൈവം വേണം, പിന്നെ നമുക്ക് ദൈവമില്ലാത്ത തരത്തിലാണ് നമ്മുടെ ജീവിതം. അത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. ബൈബിൾ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്നാം പ്രമാണ ലംഘനവും ആറാം പ്രമാണ ലംഘനവും ഒരേ വെയിറ്റാണ്. കാരണം ഒരു ജീവിത പങ്കാളി ഇരിക്കെ മറ്റൊരാളുടെ അടുക്കൽ പോകുന്നത് ആറാം പ്രമാണ ലംഘനമാണല്ലോ. ഒരു ദൈവം ഇരിക്കെ മറ്റു ദൈവസങ്കല്പങ്ങളുടെ പുറകെ പോകുന്നത് അത് ഒന്നാം പ്രമാണ ലംഘനം. ഇത് രണ്ടും കണക്റ്റഡാണ്. ഒരു ജീവിത പങ്കാളി ഇരിക്കെ വേറെ ആളുടെ അടുക്ക് പോവുക, ഒരു ദൈവം ഇരിക്കെ വേറെ സങ്കല്പങ്ങളുടെ പുറകെ പോവുക. ഒരേ വെയിറ്റാണ് രണ്ടിനും. ഇന്നത്തെ വായന നമ്മൾ ശ്രദ്ധിച്ചില്ലേ? ദാവീദ് പാപം ചെയ്തു. അതിന് പരിഹാരം ചെയ്തത് എന്തൊക്കെ ചെയ്ത? വ്യഭിചാരം ചെയ്തു, കൊല നടത്തി. ഇതെല്ലാം ചെയ്തിട്ട് അവസാനം അവളെ ഭാര്യയായിട്ട് സ്വീകരിച്ചു. ദാവീദ് വിചാരിച്ചു കാണും നല്ലൊരു കാര്യമാണ് ചെയ്തത്. പക്ഷേ ദൈവത്തിന് അത് ഇഷ്ടമായില്ല. 2 സാമുവേൽ 11:20 കർത്താവിന് അതിഷ്ടമായില്ല. അപ്പം നാഥാൻ പ്രവാചകൻ ഇത് ആടിൻ്റെ കഥ പറഞ്ഞിട്ട് ഇങ്ങനെ, നിങ്ങളെ സംഭവം കേട്ടതാണല്ലോ, 12-ാമത്തെ അധ്യായം. അപ്പം അത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴും ദാവീദ് തീഷ്ണത കൊണ്ട് അവൻ നശിക്കണം, ആ ആടിനെ കൊന്ന് കറി വെച്ചവനെ നശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് തീഷ്ണത പൂണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് നാഥാൻ, ആ മനുഷ്യൻ നീ തന്നെ. നമ്മളും ചിലപ്പോൾ വിവാഹേതര ബന്ധങ്ങളൊക്കെ പുലർത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അത് കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ ബന്ധമൊക്കെ, അതാർക്കും ഇത്തിരി സങ്കടമൊക്കെ പറയണ്ടേ എന്ന് പറഞ്ഞ് നമ്മളതിനെ സൗകര്യപൂർവ്വമാക്കിയെടുക്കും. ഇപ്പോഴാണെങ്കിൽ സിവിൽ നിയമം അനുകൂലമാണ്, സിവിൽ നിയമം അനുവദിക്കുന്നുണ്ടല്ലോ. സഭയുടെ നിയമം അതെന്താ? അങ്ങനെ അറിയാതെ ഒരാൾ വന്നു, കൃത്യമായിട്ട് വ്യഭിചാരം ചെയ്ത് നടക്കുന്ന ഒരാൾ വന്നിട്ട് പറയാണ് അത് സിവിൽ നിയമം അനുസരിച്ച് കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു സഭയുടെ നിയമത്തിൽ അത് കുഴപ്പമില്ലെന്ന്. മനസ്സിലായി? നമ്മൾ അങ്ങനെ ചിന്തിക്കും, പക്ഷേ ദൈവത്തിന് മുമ്പിൽ അത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ വായനയിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് അത് 2 സാമുവേൽ 12:10 എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയയുടെ ഭാര്യ നീ സ്വന്തമാക്കിയത് കൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. കുടുംബത്തിൽ വാൾ കൊണ്ടുവരുന്ന പാപമാണ് വ്യഭിചാരം. കുടുംബത്തിൽ വാൾ കൊണ്ടുവരുന്ന പാപമാണ് വ്യഭിചാരം. അപ്പോൾ ഒരേ വെയിറ്റാണെന്ന് പറഞ്ഞില്ലേ? കുടുംബത്തിലേക്ക് തകർച്ച കൊണ്ടുവരുന്ന ഒരു പാപമാണ് ഒന്നാം പ്രമാണ ലംഘനം. അത് പലർക്കും അനുഭവവേദിയായിട്ടുണ്ട്. പലരും കൂടോത്രം, മന്ത്രവാദം, ആഭിചാരം ഇങ്ങനെയുള്ള ക്ഷുദ്രക്രിയകളെ ആശ്രയിച്ചവരെ പിന്നീട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം കുടുംബത്തിലേക്ക് ഒരാൾ ചെയ്താലും മറ്റു ആളുകളെ ബാധിക്കും. ചിലപ്പോൾ മക്കൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ബുദ്ധി ഓർമ്മ കിട്ടുന്നില്ല, ഒത്തിരി പഠിച്ചിട്ടും അങ്ങ് തലയിൽ കയറുന്നില്ല. അപ്പ എന്താണെന്ന് അറിയുന്നില്ലപ്പാ, ഞാൻ പഠിച്ചിട്ടൊന്നും തലയിൽ കയറുന്നില്ല. എവിടെ അപ്പൻ വ്യഭിചാരവും ചെയ്ത് നടക്കുക. ഒരാൾ പാപം ചെയ്താൽ അത് കുടുംബത്തിലെ മറ്റുള്ളവർക്ക് പോലും അത് അനുഭവവേദ്യമാകും. അതാണ് ഈ പാപത്തിൻ്റെ കെണി. അതാണ് ചില പാപങ്ങൾ അവരിൽ തന്നെ അങ്ങനെ അവസാനിക്കും, ചില പാപങ്ങൾ അങ്ങനെയല്ല, അത് സമൂഹത്തെ കൂടി ബാധിക്കും. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് നമ്മൾ അനുസരിക്കണം. അതുകൊണ്ട് നിനക്ക് ഒരു ശിക്ഷയുണ്ട്. പാപം മാപ്പ് പറയും. ദാവീദ് പറയും എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ
ദാവീദിന് മാപ്പ് കൊടുക്കുന്നുണ്ട്. നീ മരിക്കുകയില്ല, എങ്കിലും ഈ പ്രവൃത്തി കൊണ്ട് നീ കർത്താവിനെ അവഹേളിച്ചതിനാൽ നിന്റെ കുഞ്ഞ് മരിച്ചു പോകും. അപ്പം കുഞ്ഞ് മരിക്കാതിരിക്കാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു, ഭയങ്കര തപശ്ചര്യകൾ ചെയ്യുന്നു. അപ്പോൾ ദാസന്മാർ ചോദിക്കും, ഇത് കഴിയുമ്പോൾ കുഞ്ഞ് മരിച്ചു കഴിയുമ്പോൾ എല്ലാം നിർത്തി ഭക്ഷണം പോയി കഴിക്കും, ഭക്ഷണം വിളമ്പിത്തരാൻ പറയും, ഭക്ഷണം കഴിക്കും. അപ്പോൾ അവർ ചോദിക്കും, കുഞ്ഞ് മരിക്കുന്നവരെ നീ പ്രാർത്ഥിച്ചല്ലോ, പിന്നെ എന്താണ് അത് പ്രാർത്ഥിക്കാതിരുന്ന് പിന്നെ ഉപവാസമൊക്കെ നിർത്തിയല്ലോ എന്ന് പറയുമ്പോൾ, ഇനി കർത്താവ് അത് എൻ്റെ കുഞ്ഞ് മരിച്ചു പോയല്ലോ. അപ്പോൾ അതിന് പറയുന്ന വചനമാണ് 2 സാമുവേൽ 12:20, ഞാൻ അവൻ്റെ അടുക്കൽ ചെല്ലുകയല്ലാതെ. ഇത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിനി ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് കാല് പിടിച്ച് മാപ്പ് പറയുകയല്ലാതെ, ഞാൻ മനസ്സ് തിരിഞ്ഞ് തെറ്റുപേക്ഷിച്ച് അവൻ്റെ അടുക്കൽ ചെല്ലുകയല്ലാതെ അവൻ എൻ്റെ അടുക്കലേക്ക് വരികയില്ല. ഇല്ല, ധൂർത്തപുത്രൻ പന്നിക്കൂട്ടി കിടക്കുമ്പോൾ അപ്പൻ പന്നിക്കൂട്ടി വന്ന് വിളിച്ചിട്ടില്ല. അപ്പൻ മോതിരമൊക്കെ തരാനും കെട്ടിപ്പിടിക്കാനും കാത്തു നിൽക്കുക. തിരിച്ചു വന്നാൽ മോതിരം കിട്ടും. വിശിഷ്ട വിഭവം, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സമ്പന്നരാക്കി. മറിയം പറയുന്നില്ല ലൂക്ക 1:53, വിശിഷ്ട വിഭവം അതാഗ്രഹിച്ചല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. ഇല്ല, കുഞ്ഞ് വേണം, ജോലി വേണം, കടബാധ്യത മാറണം, ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കാര്യം, പരിപൂർണ ദൈവാശ്രയം, ചില പാപങ്ങൾ ഉപേക്ഷിക്കാൻ, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെ വളരെ വളരെ അത്ഭുതകരമായിട്ട് നമ്മളെ സഹായിക്കും. അതാണ് നമ്മുടെ കൂടെയുള്ള ദൈവം നമ്മളെ സഹായിക്കും. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും. ഒരു പാട്ടുണ്ട്, ഇങ്ങനെ ഒരു ചെറുകാറ്റിൽ, ഇപ്പോൾ ഇവിടെ കുസ്തോതിയിൽ ഓസ്തികൾ വാഴ്ത്താൻ വേണ്ടി വയ്ക്കുമ്പോൾ ഫാനിൻ്റെ കാറ്റ് കൊണ്ടത് പറന്നു പോകും ചിലപ്പോൾ. അപ്പോൾ ഒരു ചെറുകാറ്റ് കൊണ്ട് പറന്നു പോകുന്ന ഓസ്തിക്കുള്ളിൽ ഒരു കൊടുങ്കാറ്റിനെ പോലും ശാന്തനാക്കാൻ കഴിവുള്ള ദൈവം ഇരിപ്പുണ്ട്. ആ ദൈവാരാധനയിലാണ് നമ്മൾ വന്നിരിക്കുക. ഒരു ചെറുകാറ്റിൽ പാറിപ്പറക്കുമേ ഗോതമ്പപ്പത്തിനുള്ളിൽ, ഒരു പാടുവൻ കൊടുങ്കാറ്റുകൾ ശാസിച്ച ദൈവമുണ്ടെന്നതോർക്കണം, നീ ദൈവമുണ്ടെന്നതോർക്കണം. ഓ നിത്യ അപ്പമേ, ജീവന്റെ അപ്പമേ, നീ എൻ്റെ ഹൃത്തടത്തിൽ യേശുവേ. ഇത്ര അത്ഭുതകരമായ സാന്നിധ്യം പരിശുദ്ധ കൂദാശയിലൂടെ തരുന്ന ദൈവമുള്ള വേറെ ഏത് ജനതയാ ഉള്ളത്? നമ്മുടെ കൂടെയുള്ള, തലയിണ വെച്ച് ഉറങ്ങുകയാണെങ്കിലും നമ്മുടെ കൂടെയുള്ള ദൈവം, നമ്മുടെ കൂടെയുള്ള ദൈവം, നമ്മുടെ ശരീരത്തോട് ചേർന്ന് വരുന്ന ദൈവം. അങ്ങനെ ഒരു വിശ്വാസ സമൂഹത്തിലല്ലേ നമ്മൾ. ഇത് മറിയം മനസ്സിലാക്കി. ഈശോ ഉള്ളിൽ ഉരുവായപ്പോഴും നിങ്ങൾക്ക് ഈശോയെ തരികയാണ് പരിശുദ്ധ കുർബാനയിലൂടെ. പിന്നെ മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്ന് നിറവേറ്റ. എനിക്കൊന്നും വേണ്ട, എനിക്ക് ഈശോയെ മതി, ഉള്ളിൽ കിട്ടിയ ഈശോ മാത്രം മതി. പരിശുദ്ധ അമ്മേ, അങ്ങനെ ജീവിക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ. പ്രിയ സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവേ, വിശുദ്ധ ജോൺ ബോസ്കോയുടെ സ്മരണയ്ക്കായി അങ്ങ് താരയിൽ കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കകൾ സ്വീകരിക്കണമേ. ഈ ദിവരഹസ്യങ്ങൾ വഴി അദ്ദേഹത്തിന് മഹത്വം അങ്ങ് നൽകിയ പോലെ
ഞങ്ങൾക്ക് പാപമോചനവും നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അനുചിതവും ന്യായമന്ത്രി. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ വിശുദ്ധ ജോൺ ബോസ്കോയുടെ തിരുനാൾ ആഘോഷത്താൽ ആനന്ദിക്കുവാൻ അങ്ങ് സഭയ്ക്ക് അങ്ങ് അനുഗ്രഹം നൽകുന്നു. അങ്ങനെ ആ പുണ്യ ജീവിത മാതൃകയാൽ സഭയെ അങ്ങ് ശക്തിപ്പെടുത്തുകയും വചന പ്രഘോഷണത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയും അങ്ങയെ പ്രസാദിപ്പിക്കുന്ന യാചനയാൽ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞുമതയും വിണ്ടലമോ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും ധന്യനുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ
തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളെ പറയുന്നു. ആഖയാൽ കർത്താവെ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങ് കാരുണ്യത്തിൽ മരണപ്പെടാൻ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് വരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും ഖനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യബിഡൌസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയും ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങളിൽ നീക്കുന്ന ദിവ്യഗുണിയാണേ എൺകളിൽ കണിനമേയും. ലോകത്തിന്റെ പാപങ്ങളിൽ നീക്കുന്ന ദിവ്യഗുണിയാണേ എൺകളിൽ കണിനമേയും. ലോകത്തിന്റെ പാപങ്ങളിൽ നീക്കുന്ന ദിവ്യഗുണിയാണേ എങ്ങളിൽ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, വിശുദ്ധ ഡോൺ ബോസ്കോയുടെ തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാവരിലും സ്വർഗീയ വിരുന്ന് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ദൃഢീകരിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ വിശ്വാസദാനം അതിൻ്റെ സമഗ്രതയിൽ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുകയും വെളിപ്പെടുത്തപ്പെട്ട രക്ഷാമാർഗത്തിലൂടെ ചരിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോദന്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. അല്പനേരം കരങ്ങൾ കുപ്പി നമുക്കൊന്ന് മൗനമായിട്ട് പ്രാർത്ഥിക്കും. ഈ വരുന്ന ഫെബ്രുവരി 2 തിങ്കളാഴ്ച ഈശോ ജനിച്ചതിൻ്റെ 40-ാം ദിവസമാണ്.
റോമൻ കത്തോലിക്ക സഭയിൽ അത് വലിയ തിരുനാളാണ്, തിരി വെഞ്ചരിപ്പും പ്രദക്ഷിണമൊക്കെ ഉള്ളത്. ദേവാലയത്തിലേക്ക് മാതാവ് ഈശോയെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ദിവസമാണ്. കാണിക്ക വയ്ക്കുന്ന മാതാവിനെ കാണിക്ക മാതാവെന്ന് വിളിക്കുക. പരിശുദ്ധ കാണിക്ക മാതാവെ, അമ്മയുടെ കരിക്കുന്ന കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണമേ. സമാധാനമില്ലെങ്കിൽ പരിശുദ്ധ കാണിക്ക മാതാവെ, അമ്മയുടെ ഇരിക്കുന്ന സമാധാനമാകുന്ന ഈശോ എനിക്ക് തരണമേ. രോഗങ്ങളുള്ളവരാണെങ്കിൽ മാതാവേ, അമ്മയുടെ കരിക്കുന്ന സൗഖ്യമായ ഈശോ എനിക്ക് തരണമേ. നമുക്ക് ഈ ദിവസങ്ങൾ ഒരുങ്ങാം. ഇന്ന് 31, 1, 2 3 ദിവസം പ്രത്യേകിച്ച് ഒരു ഗിഫ്റ്റ് ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഫെബ്രുവരി 2 തിരുനാളിന് വേണ്ടി ഒരുങ്ങാം. നമുക്ക് ഈ സമയം കരമുയർത്തി നമുക്കൊന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, 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 അനുഗ്രഹിക്കണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി പ്രാർത്ഥിക്കുന്ന ഇവരെ അനുഗ്രഹിക്കണമേ. ഈ ദാസീദാസന്മാരോട് കരുണ കാണിക്കണമേ. ഈ വലിയ തീർത്ഥാടന കേന്ദ്രത്തിൽ മരിയൻ അഭിഷേകത്തോട് ചേർന്ന് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രസാദപര ശക്തിയിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ ദാസീദാസന്മാരോട് കരുണ കാണിക്കണമേ. കാലങ്ങളായി കുടുംബങ്ങളെ, വ്യക്തികളെ, ദേശങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ എന്നേക്കുമായി വിട്ടുമാറട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, വൈവാഹിക ദോഷങ്ങൾ മാറട്ടെ, കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ, കടബാധ്യതകൾ ഏറ്റെടുക്കണമേ. ജോലിയില്ലാത്ത കുടുംബങ്ങളിൽ ജോലി നൽകി, സ്ഥിര വരുമാനമുള്ള ജോലി നൽകി അനുഗ്രഹിക്കണമേ. നാട്ടിലോ വിദേശത്തോ ജോലി ലഭിക്കട്ടെ. പഠന വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, പഠിക്കാൻ ബുദ്ധിക്കുറവ്, ഓർമ്മശക്തിക്കുറവ്, ഇവരുടെ പഠന മേഖലയിൽ അത്ഭുതകരമായ ഉയർച്ച, ഉന്നതി, അഭിവൃദ്ധി നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മദ്യപാനാസക്തിയുള്ള കുടുംബങ്ങളിൽ നിന്ന് മദ്യപാനാസക്തി വിട്ടുമാറട്ടെ. വ്യക്തികളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, ദേശങ്ങളിൽ നിന്ന് തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ. കർത്താവേ, അനുഗ്രഹിക്കണമേ. വിവാഹേതര ബന്ധങ്ങളിൽ പെട്ട് കഷ്ടപ്പെടുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും രക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികളെ സുഖപ്പെടുത്തണമേ. ആശുപത്രിയിൽ കഴിയുന്നവരെ സംരക്ഷിക്കണമേ. അപകടകരമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ. വാഹനങ്ങൾ ഓടിക്കുന്നവരെ സംരക്ഷിക്കണമേ. യേശുവേ, മാരകമായ രോഗങ്ങളിൽ ചികിത്സയിലായിരിക്കുന്നവരെ സൗഖ്യം കൊണ്ട് നിറയ്ക്കണമേ. ഈ കൂട്ടത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, അവരുടെ മരുന്നുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഫലിക്കട്ടെ. യേശുവേ, ആരാധന, ആരാധന. കൊടുങ്കാറ്റിനെ ശാസിക്കുന്നവനെ ഒരു ചെറിയ ഓസ്തിയിൽ വസിച്ച് ഞങ്ങളുടെ ഉള്ളിൽ ഇറങ്ങി വന്ന യേശുവേ, ഞങ്ങളുടെ ഉള്ളിലുള്ള അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ശക്തി